ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും അതിനൂടെ ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് പോകാൻ ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അപ്പം ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ സച്ചി ഒരാളെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പം ഒരു പാസഞ്ചറാണ്, വണ്ടിയിൽ കയറിയതാണ്. അപ്പം അയാൾക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ പെടേണ്ടി വന്നു. കുറേ ഗുണ്ടകൾ അയാളെ വന്ന് എന്താ പറയുക, ടോർച്ചർ ചെയ്യുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ വണ്ടി വന്ന ഒരാളാണല്ലോ, സച്ചിയുടെ പാസഞ്ചറാണല്ലോ, സച്ചി രക്ഷിക്കണമല്ലോ. അപ്പം സച്ചി അവിടെ നേരെ ചെന്ന് അയാൾക്ക് നേരെ വന്ന് ആ ഗുണ്ടകളെ ഫൈറ്റ് ചെയ്ത് രക്ഷിച്ചു. അപ്പം അയാളൊരു കടയിലേക്കാണ് കയറി പോയത് കേട്ടോ. അത് അയാളുടെ സ്വന്തം കടയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒത്തിരി നീട്ടിക്കുറിക്കൊന്നും പറയുന്നില്ല. അപ്പൊ ആ കട അയാൾ വിൽക്കാൻ പോവാണ്. അപ്പൊ അയാളാണെങ്കിലോ അമേരിക്കയിൽ മകന്റെ കൂടെ സെറ്റിലാകാൻ പോവാണ്. ഒത്തിരി പ്രായമൊക്കെ ആയി. അപ്പൊ ഇനി കൊച്ചുമക്കളുടെ ഒക്കെ കൂടെ ജീവിക്കണം മോനെ, അതുകൊണ്ട് ഞാൻ അമേരിക്കയിലേക്ക് പോവാണ്. അപ്പം എൻ്റെ ഈ കട ഒരു നല്ല ആൾക്കാരെ ഏൽപ്പിക്കണം. കാരണം എൻ്റെ ഓർമ്മ തൊട്ട് ഉള്ള കാലം മുതൽ ഞാൻ ഈ കട നടത്തി പോകുന്നതാണ്. ഈ കടയിലൂടെയാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയതും ഞങ്ങൾ പല പല സൗകര്യങ്ങളിലൊക്കെ എത്തിയത് ഈ കടയിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കട എന്നും ഇവിടെ നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു നല്ല ആളുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് കൊടുക്കാനായിട്ട് മടിച്ചത് അവർക്ക്. അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഗുണ്ടകൾ ഫൈറ്റ് ചെയ്യാൻ വന്ന വേറൊന്നിനും അല്ല കേട്ടോ, ഈ ഗുണ്ടകൾക്ക് ഈ കട വേണം. അവർക്ക് വേറെ എന്തോ പൊളിച്ച് മാറ്റിയിട്ട് വേറെ എന്തോ തുടങ്ങാനെങ്ങാണ്ട. അപ്പം അതുകൊണ്ട് ഇയാൾക്ക് അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല. പിന്നെ ന്യായമായ പൈസയും അല്ല അവർ പറയുന്നത്. അപ്പം ഈ ഗുണ്ടകൾ കാണിക്കുന്ന പോലെ എനിക്ക് കട തന്നേ തീരൂ, എനിക്ക് കട തരണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ആ ഒരു പാസഞ്ചറിനെ, സച്ചിയുടെ വണ്ടി കയറിയ പാസഞ്ചറിനോട് അവർ പെരുമാറിയത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സച്ചി അതിൽ ഇടപെട്ടതും അവരെ ഓടിച്ചതും. അങ്ങനെ ഇയാൾ ഈ പറയുന്ന കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് പെട്ടെന്ന് എങ്കിൽ പിന്നെ ശരിയാണല്ലോ, അല്ല സുധിക്ക് എന്തുകൊണ്ട് ഈ കട മേടിച്ചു കൊടുത്തൂടാ, സുധിയുടെ ഈ പൈസയുണ്ട്. പിന്നെ അയാൾ പറയുകയും ചെയ്തു, തൽക്കാലം പൈസ ഒന്നും ഒത്തിരി തരണ്ട, ഈ കട ഇപ്പം ഞാൻ ലോൺ എടുത്തിട്ട് ആണ് ഈ കട ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ലോൺ ഞാൻ അടച്ചുകൊണ്ടിരിപ്പുണ്ട്, ആ ലോണ് നിങ്ങൾ അങ്ങ് അടച്ചാൽ മതി. പിന്നെ ഞാൻ അടച്ച തുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആ ഒരു തുക നിങ്ങൾ എനിക്ക് തന്നാൽ മതി. അപ്പം പിന്നെ നിങ്ങൾക്ക് ഒത്തിരി പൈസയും ആകത്തില്ല. പിന്നെ സച്ചി നിന്നെ പോലെ ഒരാൾക്ക് തരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, മോന് നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചിക്കും ഓക്കെ, ഏതായാലും വലിയ തരക്കേടില്ലെന്ന് തോന്നിയിട്ട് സച്ചി നേരെ ചെന്ന് വീട്ടിൽ പറയുകയാണ് കേട്ടോ, നമ്മുടെ ചന്ദ്രോദയത്ത് പറയാണ്. അപ്പം ആ ചന്ദ്രോദയത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രോദയത്തെ കുറച്ച് സീന് കാണിക്കുന്നുണ്ട്. നമ്മുടെ സുധിക്കും ശ്രീകാന്തിനും തലവേദന എടുക്കുന്നു, ഇന്നലത്തെ കുടിച്ചതിൻ്റെ ആ ഒരു ഹാങ് ഓവർ. അപ്പം അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി, അതായത് അതിൽ നിന്ന് രക്ഷിക്കാന്ന് പറഞ്ഞാൽ ചന്ദ്രയും രവീന്ദ്രനും അറിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതിയും വർഷയും കൂടെ ചെറിയൊരു കള്ളത്തരമൊക്കെ പറയുന്നു. അപ്പം ആദ്യം ഇവർ പറയാൻ തുടങ്ങി. അപ്പം ഭർത്താക്കന്മാരെ താത്തി കെട്ടുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അവർ പറഞ്ഞില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് സീനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അത് ഞാൻ നീട്ടിക്കുറുക്കി പറയാതെ ഇന്നലെ ഞാൻ അതൊക്കെ നന്നായിട്ട് ഡയലോഗ് സഹിതം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നും കൂടി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് കേട്ടോ ഞാനത് വീണ്ടും പറയാത്തത്. അപ്പൊ അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് സച്ചി ഈ കാര്യം അവതരിപ്പിക്കുകയാണ്. പറഞ്ഞ ഉടനെ തന്നെ ചന്ദ്ര വടിയെടുത്തോണ്ട് വന്നില്ലേ. ചന്ദ്ര എങ്ങനെ വടിയെടുക്കാതിരിക്കും, സച്ചി പറഞ്ഞ കാര്യമല്ലേ. സച്ചിക്ക് കുശുമ്പ് അസൂയ ആണെന്നാണല്ലോ ചന്ദ്രയുടെ കണ്ടെത്തല്. അപ്പൊ രവീന്ദ്രന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ശ്രുതി കുറച്ച് ബുദ്ധിയുള്ളവളാണ്, കള്ളത്തരമൊക്കെ കാണിക്കുമെങ്കിലും ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശ്രുതിക്കും തോന്നി ഇത് നല്ലതാണെന്ന്. അപ്പൊ ശ്രുതിയും പറഞ്ഞു ഓക്കെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കടയൊന്ന് പോയി നോക്കിയേക്കാം, നോക്കിയിട്ട് അറിയാലോ ബാക്കി കാര്യം നമുക്ക് നോക്കിയിട്ട് ചിന്തിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഇടയിലും കുറെ ഡയലോഗ് ഇട്ടൊക്കെ കാണിക്കുന്നുണ്ടേ. നമ്മുടെ രേവതിയുടെ അഭിപ്രായം പറയുന്നതും രേവതിയോട് ചന്ദ്ര വെറുതെ തട്ടിക്കേറുന്നതും, അതുപോലെ തന്നെ സച്ചി കൊണ്ടുവന്ന കടയായതുകൊണ്ട് തന്നെ എടാ സുധി നീ മേടിക്കരുത്, അവൻ നിന്നെ കടക്കെണിയിലാക്കും എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ പ്രതികരിക്കുന്നുണ്ട്, ഒരിക്കലും എൻ്റെ ഭർത്താവ് ആരെയും കെണിയിലേക്കൊന്നും തള്ളിവിടില്ല, എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് തന്നെയാണ് എൻ്റെ ഭർത്താവ് കാണുന്നത്, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ചന്ദ്ര എങ്ങോട്ട് കടന്ന് തുള്ളുകയാണ്. നമ്മുടെ സച്ചി കൊണ്ടുവന്നതായതുകൊണ്ട് ചന്ദ്രയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല. പക്ഷെ ശ്രുതിക്ക് വിശ്വാസമുണ്ട് കേട്ടോ. സച്ചിനെ ശ്രുതിക്ക് അറിയാം, കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഉണ്ട് ശ്രുതിക്ക്, ശരിയാണ്, കള്ളിയാണ്. എങ്കിൽ പോലും സച്ചിയിൽ ഒരു സത്യം ഉണ്ട് എന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയാം. പക്ഷെ ശ്രുതി അത് തുറന്നടിച്ച് പറയില്ല, അത് സച്ചിയുടെ മുമ്പിലും പറയില്ല. ശ്രുതിക്കൊരു കുറച്ചിലാണല്ലോ. അതുകൊണ്ട്
അങ്ങനെ അങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഏതായാലും ഇവർ ഓക്കെ കട പോയി കണ്ടേക്കാം, കട പോയി കാണാം, ലോണൊക്കെ അടച്ചാൽ മതിയല്ലോ, അപ്പം ഇവരുടെ കയ്യിലോ ഒതുങ്ങുന്ന പൈസയ്ക്ക് ഓക്കെ ആകും. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം നമ്മുടെ സച്ചി കണ്ട ആ ഒരു കട പോയി കാണാമെന്നാണ് കേട്ടോ. ഇതിനിടയിൽ രേവതി നമ്മുടെ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ വയ്യാവേലിയൊക്കെ പിടിച്ച് തലയിൽ വെക്കുന്നത്? നിങ്ങളുടെ അമ്മ ഇപ്പൊ തന്നെ നിങ്ങളെ പറയുന്നത് കേട്ടില്ലേ എൻ്റെ പൊന്ന് സച്ചിയേട്ടാ? നിങ്ങൾ ഇനി ആ കട ഉണ്ടാക്കി കൊടുത്തിട്ട് സുധി നന്നായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അത് നിങ്ങളുടെ തലയിലല്ലേ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ രേവതി ഒരു നല്ല കടയാത്, ഏതായാലും സുധിയൻ്റെ ഏട്ടൻ തന്നെയാണല്ലോ, എൻ്റെ രക്തമല്ലേ, അവനേതായാലും താഴെ തട്ടിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് മാത്രമാണോ നിങ്ങൾ ആ കട സുധിക്ക് വേണ്ടി വന്ന് പറഞ്ഞ് അത് കൊടുക്കാന്നൊക്കെ തീരുമാനിച്ചത്, ഈ കാര്യം വന്ന് ഇവിടെയൊക്കെ പറഞ്ഞതും അതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചപ്പം അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എൻ്റെ പൊന്നു രേവതി. സത്യം പറയാലോ, അവൻ ഇങ്ങനെ ഒരു നല്ല പ്രസ്ഥാനം തുടങ്ങുകയാണെങ്കിലേ, അവന് ലാഭം കിട്ടുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപ എൻ്റെ അച്ഛന് കിട്ടൂലേ? ഓഹോ, കൊള്ളാലോ സച്ചേട്ടൻ്റെ ഐഡിയ. അപ്പം സുധിയോടുള്ള സ്നേഹമൊന്നും അല്ലല്ലേ? സ്നേഹമൊക്കെ ഉണ്ട്, എൻ്റെ കൂടപ്പിറപ്പാണല്ലോ, നിന്റെ കൂടപ്പിറപ്പ് രക്ഷപ്പെടുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ, അതുപോലെ എൻ്റെ കൂടപ്പിറപ്പ് രക്ഷപ്പെടട്ടെ, അതെനിക്കിഷ്ടമാണ്. പിന്നെ സുധി രക്ഷപ്പെടുന്നത് കൊണ്ട് എൻ്റെ അച്ഛന് സന്തോഷമാവും, അമ്മയ്ക്ക് സന്തോഷമാവും, എല്ലാവർക്കും സന്തോഷമാവും. എല്ലാവരുടെയും സന്തോഷമല്ലേ രേവതി എൻ്റെ സന്തോഷം? നിന്റെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം? നിന്റെ സന്തോഷം കാണാൻ വേണ്ടിയല്ലേ ഞാൻ കുടിക്കാതിരിക്കുന്നത്? അപ്പൊ എല്ലാവരുടെയും സന്തോഷം അതാ ഈ സച്ചിക്ക് വലുത് എന്നൊക്കെ പറയാം. അപ്പൊ സച്ചിയുടെ ഈ വിശാല മനസ്സ് കണ്ടിട്ട് രേവതിക്ക് എന്തോ അതിശയം, അതായത് എന്തോ സ്നേഹം ഓരോ ദിവസം ചെല്ലുന്തോറും സച്ചിയോട് കൂടി വരികയാണ്. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഒരുങ്ങുക, കടയിൽ നിന്ന് പോയി കാണണേ. അപ്പം ഇവരെല്ലാവരും ഒരുങ്ങി എല്ലാവരും കട കാണാൻ വേണ്ടി പോവാ. രേവതി സഹിതം കൊണ്ട് കേട്ടോ, എല്ലാവരും കട കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ കടയിൽ ചെന്നു. കട കണ്ടതും നമ്മുടെ സുധിയുടെ കണ്ണ് തള്ളി കേട്ടോ, വിചാരിച്ച പോലെ ഒന്നും അല്ല, വലിയ കടയാണ്. കണ്ടത് ചന്ദ്രയുടെയും കിളിയൊന്ന് പോയി. അപ്പം വിചാരിച്ച പോലെ അല്ല, വലിയ കടയാന്ന് ചന്ദ്രയ്ക്കും പിടികിട്ടി. ഏതായാലും ഏതും വരട്ടെ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുകയാണ്. നമ്മുടെ സുധിയാണെങ്കിൽ ആദ്യം ചെന്ന് മറ്റേ മുതലാളിയൊക്കെ ഇരിക്കുന്ന സീറ്റിലേക്കാണ് കണ്ണ് പുള്ളിക്കാരൻ്റെ. അവിടെ കയറി ഒന്ന് ഇരിക്കുന്നു, കറങ്ങി നോക്കുന്നു. ഇനിയിപ്പോ മുതലാളിയാണല്ലോ, ആരാ നമ്മുടെ സുധി. ഏതായാലും ശ്രുതിക്കും ഇഷ്ടമായിട്ടോ. വർഷയും പറഞ്ഞു, കൊള്ളാലോ, അടിപൊളി കടയാണല്ലോ, വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ. ശ്രുതി ചേച്ചി, ഇത് അടിപൊളി കടയാണ് കേട്ടോ, ഇത് ഇപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ലക്ഷക്കണക്കിന് വില വരുന്ന സാധനങ്ങളൊക്കെയാണല്ലോ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഈ വീട്ടിലെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഉള്ള ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീനും അങ്ങനെ സകല വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഉള്ളൊരു കടയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, അവിടെ ഇരിക്കുന്ന വസ്തുക്കൾക്ക് വില കൂടുമല്ലോ. അതും പല ടൈപ്പിലുള്ള പല കമ്പനിയുടെ പല ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. രേവതിക്കും കണ്ടപ്പോൾ ഇത് അതിശയം തോന്നിയപ്പോൾ രേവതി ഫ്രിഡ്ജൊക്കെ പോയി നോക്കിയിട്ട്, എൻ്റെ പൊന്നു സച്ചോട്ട്, ഇത് എന്ത് ഫ്രിഡ്ജാ ഇത്? ഇത്രയും വലിയ ഫ്രിഡ്ജോ? ഇതിപ്പോ അലമാരയുടെ അത്ര ഉണ്ടല്ലോ. ഈ ഫ്രിഡ്ജ് നമുക്ക് മേടിക്കായിരുന്നെങ്കിലേ ഒത്തിരി കയറ്റി ഫ്രിഡ്ജിനകത്ത് വെക്കായിരുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇടയില്ലല്ലോ. ഇതിനൊക്കെ എത്ര രൂപയാവും സച്ചേട്ടാ? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചുമ്മാ ചുറ്റും നോക്കിയപ്പോഴത്തേക്കും, അയ്യോ സച്ചേട്ടാ, ദേ ഈ ഫ്രിഡ്ജിനെ 2-3 ലക്ഷം രൂപയാകുന്ന. അയ്യോ, ഇതിപ്പോ ഒരു വണ്ടി മേടിക്കുന്ന പൈസയാവൂല. അതെ രേവതി, അങ്ങനെയാണ് ഓരോ സാധനങ്ങളുടെയും വില. നമുക്കൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, TV ഒക്കെ മേടിക്കുന്നത്. പക്ഷെ വലിയ പണമുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇത് ഒരാഡംബരമായിട്ടാണ് മേടിക്കുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. പിന്നെ അവർക്ക് പൈസ എങ്ങനെയൊക്കെ ചെലവാക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടിയൊക്കെയാണ് സത്യം പറഞ്ഞാല് പണമുള്ളവര് ഇതൊക്കെ മേടിക്കുന്നത്. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല, ഇതൊക്കെ വലിയ കോടീശ്വരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അവര് ഇത് ഓരോ ദിവസവും വന്ന് മേടിക്കും, ഒരാഴ്ച കൂടുമ്പോൾ ചിലപ്പം മാറും. അങ്ങനെയൊക്കെ ഉണ്ടോ സച്ചേട്ടാ? ഉണ്ട് രേവതി. ഇപ്പൊ സച്ചിക്ക് ഈ ലോകപരിചയമൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പാവം പൂ കെട്ടാനും പൂ വിൽക്കാനും അങ്ങനെ കുറച്ച് കൂട്ടുകാർ, എന്താ പറയുക, കുറച്ച് സാധാരണക്കാരായ കൂട്ടുകാരൊക്കെ ആയിട്ടല്ലേ പരിചയം. അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്ക് ഇതിനോട് വലിയ അറിവൊന്നുമില്ല. അപ്പൊ സച്ചി ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചുറ്റുമൊക്കെ ഇങ്ങനെ നടന്നിട്ട് വർഷയ്ക്ക് എല്ലാവർക്കും കണ്ടപ്പോഴത്തേക്കും അങ്ങ് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. വർഷയ്ക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. നമ്മുടെ സുധിയാണെങ്കിൽ അതിലെ കൂടെ പാറി പറന്ന് നടപ്പുണ്ട്. അത് കാണുന്നു, ഇത് കാണുന്നു, അയ്യോ, എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുധിയുടെ കിളി പോയി. ഈ സമയത്താണ് ആ ഒരു ഓണർ വന്നിട്ട് നമ്മുടെ സച്ചിയോട് സംസാരിക്കുന്നു. അപ്പം സച്ചിയോട് ചോദിച്ചു, അല്ല കട മേടിക്കുന്ന ആളെ കണ്ടില്ലല്ലോ എന്ന്. സുധി പാറി പറന്ന് നടക്കാണ് കേട്ടോ, അത് നോക്കലും ഇത് നോക്കലും. അങ്ങനെ രവീന്ദ്രനും അയാളെ കണ്ടു, പരിചയപ്പെട്ടു. ഞാൻ സച്ചിയുടെ അച്ഛനാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മോന് വേണ്ടിയാണ് ഇത് മേടിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധീനെ വിളിച്ചു വരുത്തി. സുധി അയാളുമായിട്ട് സംസാരിക്കുകയാണ്. പറയാനുണ്ടോ, നമ്മുടെ സുധിയുടെ തള്ളു കേൾക്കുന്നതല്ലേ നമ്മള്.
ഓഹ് അയാൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഭയങ്കര തള്ളാണ്. ആദ്യം തന്നെ മറ്റേ ആ കാർഡാട്ടോ എടുത്തു കൊടുത്തത്. 7 ഡിഗ്രിയോ 8 ഡിഗ്രി അങ്ങോട്ടുള്ള ഒരു ആ കാർഡുണ്ട്. ആ കാർഡ് അങ്ങ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും പഠിച്ച ആളാ, ഞാൻ വലിയ ബ്രില്യൻ്റാ, ഇതുപോലുള്ള കടയൊന്നും അല്ലാട്ടോ ഞാൻ പ്രതീക്ഷിച്ചത്, ഞാനൊരു വലിയൊരു കടയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പിന്നെ ഇപ്പം തൽക്കാലം ഈ ചെറിയ കട മതി. ഇതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പിടിച്ച് കയറി തൂങ്ങി വലിയ കടയിലേക്ക് കിടക്കും. അപ്പോഴത്തേക്കും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ സുധി പറയുന്ന ആ ഒരു ലെവലിലാണ്, എന്തോ ഈ കട ചെറുതാണ്, കട പോരാ എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കാണെങ്കിൽ അയാളോട് സച്ചി പറഞ്ഞു, ഇതൊന്നും വലിയ കാര്യമാക്കണ്ട, ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്, ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് സുധീനെ കൊച്ചാക്കുന്ന പോലെ ഇടയ്ക്ക് കയറി നമ്മുടെ സച്ചി സംസാരിച്ചില്ലേ, അപ്പൊ ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം വന്നിട്ട് എന്നും പറഞ്ഞ് പല്ലും കടിപ്പിച്ച് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ അയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഞാൻ ഇത്ര വർഷമായി കടയൊക്കെ തുടങ്ങിയിട്ട് ഏതായാലും ഇത് സേഫ് ആയിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ കട എന്നും ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം. എൻ്റെ ഒരുപാട് ഓർമ്മകളുള്ള കടയാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് കൊടുക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ ലോണ് നിങ്ങളുടെ പേരിലേക്ക് ഞാൻ മാറ്റിത്തരാം, അതിന് പ്രശ്നമൊന്നുമില്ല. ലോൺ ഞാൻ നിങ്ങളുടെ പേരിലേക്ക് മാറ്റാം, ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ പേരിലേക്ക് മാറ്റാം. നിങ്ങൾ ലോൺ അടച്ചാൽ മതി, നിങ്ങളുടെ കയ്യിലുള്ള തുക എനിക്കിപ്പോൾ തന്നാൽ മതി. എനിക്ക് അമേരിക്കയിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ എൻ്റെ മക്കളുടെ കൂടെ പോയി നിൽക്കാമല്ലോ. വയസ്സാം കാലത്തൊക്കെ അല്ലേ അവരുമായിട്ട് നിൽക്കാനും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനും ഒക്കെ ആയിട്ട് സംസാരിക്കുകയാണ്. രവീന്ദ്രൻ വളരെ മാന്യമായ രീതിയിൽ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ ഡീൽ ഉറപ്പിക്കുകയാണ്. എന്ത്, ആ കട നമ്മുടെ സുധി അങ്ങ് മേടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുധി ഒരു കട മുതലാളിയായി. അയ്യോ, ഇനിയിപ്പം നമ്മുടെ സുധിയും നിലത്തല്ലായിരിക്കും, ശ്രുതിയും നിലത്തല്ലായിരിക്കും. ചെവിതല പോകുന്നത് രേവതിക്കും സച്ചിക്കും ആണേ. ഏതായാലും സച്ചി തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇത് ലാസ്റ്റ് സച്ചിക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഏതായാലും നാളെ ഈ ഒരു ഭാഗമൊക്കെ കൊണ്ടാട്ടോ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ഞാൻ കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല, ചിലപ്പം ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അവിടം വരെ എത്തിയതും വരില്ല. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, അത് ഇന്ന് അവിടം വരെ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ 2-3 സീനുകളും കൂടെ ഉണ്ട് അവിടം വരെ എത്താനായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു 2-3 സീനിൽ ഒതുക്കി പറയുന്നത്. ഒത്തിരി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കേൾക്കുമ്പോഴത്തേക്കും ഒത്തിരി ഫ്രണ്ടിലായി പോകും നമ്മൾ. അപ്പം നിങ്ങൾക്കും കേൾക്കുമ്പം ഒരു രസം തോന്നാതെ വരും. നാളത്തെ കഥ എന്ന് പറഞ്ഞിട്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞുള്ള കഥ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അങ്ങോട്ട് പറയാത്തത്. അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാതിരിക്കരുത്, ലൈക്ക് അടിച്ചിട്ട് പോകണം. നമ്മൾ രാവിലെ ഇന്ന് കഥ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്നലെ കഥ കേട്ടവർക്കൊക്കെ അറിയായിരിക്കാം, അതേപടിയാണ് കഥ വന്നിരിക്കുന്നത്, അത് തന്നെയാണ് കഥ. ഇന്നലെ ഞാൻ ഇട്ടത് കൊണ്ട് ഇനിയിപ്പോൾ ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ വിത്ത് ഡയലോഗ് സഹിതം കേൾക്കാൻ കുറേ പേര് കാത്തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അവരോടൊക്കെ ഒരു ചെറിയ സോറി പറയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കമന്റിൽ തന്നെ കണ്ടു കേട്ടോ, അയ്യോ ഈ പെങ്കൊച്ചിന് സോറി പറച്ചിൽ മാത്രമേ ഉള്ളൂ, എന്തിനും ഒരു സോറി, പേര് മാറിപ്പോകുമ്പം സോറി, അത് മാറിപ്പോകുമ്പോൾ സോറി, ഇത് മാറിപ്പോകുമ്പോൾ സോറി, വന്നില്ലെങ്കിൽ സോറി എന്നൊക്കെ പറഞ്ഞൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ ഓരോരോ സോറി പോലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യമായിട്ടും നമ്മൾ ഇന്ന് വീഡിയോ ഇടാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളും. ഇന്നലെ രാത്രി കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. സ്ഥിരം വാച്ച് ചെയ്യുന്നവർക്ക് കാണുന്നവർക്ക് അറിയായിരിക്കും, സ്ഥിരം എൻ്റെ പരാതിയാണ് മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിലാകുന്നത്. അതുപോലെ ഞാൻ ഹോസ്പിറ്റലിലാവുന്നതൊക്കെ നമ്മൾക്ക് രോഗം കൂടപ്പുറപ്പായി പോയി. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഹോസ്പിറ്റലിൽ കാണാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അതിപ്പോൾ മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇന്ന് രാവിലെ ഇടാതിരുന്നത്. നമ്മൾ രാത്രി 2 മണിയൊക്കെയായി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴേ മോന് ഭയങ്കര ചെവി വേദനയായിരുന്നു. ജലദോഷം കൂടിയാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, കൊച്ചുകുട്ടികൾക്കുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഭയങ്കര ചെവി വേദന എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ പ്രാണം പോകുന്ന വേദനയാണ്. അപ്പം അതുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും കുറച്ച് നേരം വെളുത്തു. അപ്പം നമുക്ക് ഉറങ്ങാനൊന്നും സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് രാവിലെ എണീക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെ താമസിച്ചു പോയത്. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇനി കൂടുതൽ പറഞ്ഞു നിന്ന് ചളവാക്കി ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാം കഥ കേൾക്കാൻ വന്നതാണ്, എൻ്റെ കഥ കേൾക്കാൻ വന്നവരല്ല അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒത്തിരി പറഞ്ഞ് ബോറാക്കുന്നില്ലേ. അപ്പം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഹൈപ്പ് തരാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെയാണ് ഹൈപ്പ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഒരു ലൈക്ക് അടിച്ച് കഴിയുമ്പോൾ മാത്രമേ ലൈക്ക് അടിക്കുന്നവർക്ക് മാത്രമേ ഹൈപ്പ് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും. അപ്പൊ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തിട്ട് പോകണം. ടാറ്റാ ബൈ ബൈ.